നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ നഗരം മാരക ലഹരി മരുന്നിന്റെ പിടിയിൽ. ലഹരി കടത്തുന്നതിലേറെയും യുവാക്കൾ. തെക്കി ബസാറിൽ ഇന്ന് കണ്ടെത്തിയത് മെത്താഫിനേറ്റും കഞ്ചാവും. മണിപ്പൂർ വിഷയം സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ടി.ഒ. മോഹനൻ. പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ നേതൃത്വത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഏകദിന ഉപവാസ സമരം. ഏഴര മുനമ്പിലെ പറമ്പിൽ സുമോദിന്റെ മരണം കൊലപാതകം. പ്രതി അസീബ് പോലീസ് കസ്റ്റഡിയിൽ. കൊലയ്ക്ക് കാരണം പണമിടപാടിനെ ചൊല്ലിയുള്ള തർക്കം. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ വൻ ലഹരിവേട്ട. എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ മാരക ലഹരിമരുന്ന് വിതരണത്തിനെത്തിക്കുന്ന യുവതിയും യുവാവും പിടിയിൽ. തൃശൂർ തലപ്പിള്ളി മുണ്ടത്തിക്കോട് സ്വദേശിനി മരിയ റാണി, വയനാട് ബത്തേരി പടിച്ചിറ സ്വദേശി ഷിൻഡോ ഷിബു എന്നിവരെയാണ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സിനു കോയില്യത്തും സംഘവും പിടികൂടിയത്. കക്കാട് റോഡിൽ തെക്കി ബസാർ മൊട്ടമ്മലിൽ വെച്ചാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും പോലീസ് പിടികൂടിയത്. പ്രതികളിൽ നിന്നും 23.779 ഗ്രാം മാരക ലഹരി മരുന്നായ മെത്താഫിറ്റാമിനും 64 ഗ്രാം കഞ്ചാവും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് മെത്താഫിറ്റാമിനും കഞ്ചാവും എത്തിക്കുന്ന മൊത്ത വിതരണക്കാരിൽ പ്രധാനിയാണ് അറസ്റ്റിലായ ഷിൻഡോ ഷിബുവും മരിയ റാണിയും. ചെറുകിട വിൽപ്പനക്കാർക്ക് ആവശ്യാനുസരണം ബാംഗ്ലൂരിൽ നിന്നും മറ്റും മയക്കുമരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രധാനികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. പരിശോധനയിൽ കണ്ണൂർ റേഞ്ചിലെ എക്സൈസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CH റിഷാദ്, N രഞ്ജിത്ത് കുമാർ, M സജിത്ത്, റോഷി KP, ഗണേഷ് ബാബു T, അനീഷ്, നിഖിൽ P, വനിത സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദിവ്യ PV, ഷൈമ KV, ഷമീന P, സീനിയർ എക്സൈസ് ഡ്രൈവർ C അജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു. തളിപ്പറമ്പ് ലഹരി വിരുദ്ധ തെരച്ചിലിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ തളിപ്പറമ്പ് ഉണ്ടപ്പറമ്പിൽ റോഡ് അരികിൽ നിന്നും 2 മാസം പ്രായമായ 3 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. തളിപ്പറമ്പ് SI P യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. പരിശോധനയിൽ SI ബാവ അക്കരക്കാരൻ, ASI രതീശൻ, ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളും ലഹരി സംഘത്തിൽ ഉണ്ടായിരുന്നു. കഞ്ചാവ് ചെടികൾ കസ്റ്റഡിയിലെടുത്ത് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. തോട്ടട വെസ്റ്റ് UP സ്കൂൾ PTA ആഭിമുഖ്യത്തിൽ ഭുവനേശ്വരിൽ നടക്കുന്ന ദേശീയ നീന്തൽ മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 6ാം ക്ലാസ് വിദ്യാർത്ഥി വേദ് കൃഷ്ണയ്ക്കും ജില്ലാതല നീന്തൽ സിൽവർ മെഡലിസ്റ്റ് 5ാം ക്ലാസ് വിദ്യാർത്ഥി ഇഷാൻ സനോജിനും സ്വീകരണം നൽകി. സ്കൂളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് കണ്ണൂർ സൗത്ത് AEO N സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. അക്വാറ്റിക് ഫെഡറേഷൻ കേരളയുടെ നേതൃത്വത്തിൽ നടന്ന സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടി കണ്ണൂരിലെത്തിയ ദേവകൃഷ്ണയെ അധ്യാപകരും PTA പ്രതിനിധികളും ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്വീകരിച്ച് തോട്ടട ടൗണിൽ നിന്നും വിദ്യാലയത്തിലേക്ക് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആനയിച്ചു കൊണ്ടുപോവുകയായിരുന്നു. സ്കൂളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ PTA പ്രസിഡന്റ് ലതീഷ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ സ്കൂൾ സ്പോർട്സ് കോർഡിനേറ്റർ മുഹമ്മദ് അലി PP ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PTA വൈസ് പ്രസിഡന്റ് ബിജു രാധാകൃഷ്ണൻ M, PTA പ്രസിഡന്റ് വഹീദ, സ്കൂൾ മാനേജർ VK മീറ, VK രഞ്ജിത്ത് കുമാർ, K പ്രസീദ, P ഷിജു, സിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. KC ഗിരീഷ് ബാബു സ്വാഗതവും ഐറിഷ് നന്ദിയും രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ നഗരം മാരക ലഹരി മരുന്നിന്റെ പിടിയിൽ. ലഹരി കടത്തുന്നതിലേറെയും യുവാക്കൾ. തെക്കി ബസാറിൽ ഇന്ന് കണ്ടെത്തിയത് മെത്താഫിനേറ്റും കഞ്ചാവും. മണിപ്പൂർ വിഷയം സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ടി.ഒ. മോഹനൻ. പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ നേതൃത്വത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഏകദിന ഉപവാസ സമരം. ഏഴര മുനമ്പിലെ പറമ്പിൽ സുമോദിന്റെ മരണം കൊലപാതകം. പ്രതി അസീബ് പോലീസ് കസ്റ്റഡിയിൽ. കൊലയ്ക്ക് കാരണം പണമിടപാടിനെ ചൊല്ലിയുള്ള തർക്കം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing,
പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wainard Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കക്കാട് കുഞ്ഞിപ്പള്ളിയിൽ നിന്നും കാണാതായ മുഹമ്മദ് ഷസ്സിനെ ബാംഗ്ലൂരിൽ നിന്നും കണ്ടെത്തി. ആഴ്ചകളോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. മുടിവെട്ടാൻ ആണെന്നും പറഞ്ഞ് കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് വീട്ടിൽ നിന്നും ഷസ് ഇറങ്ങിയത്. കക്കാട് കുഞ്ഞിപ്പള്ളി വീട്ടിൽ മുഹമ്മദ് ഷസ്സിനെയായിരുന്നു ജൂലൈ 17 രാവിലെ മുതൽ കാണാതായത്. മുടിവെട്ടാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു ഷസ്. എന്നാൽ ഏറെ വൈകിയും തിരിച്ചു വന്നില്ല. കാത്തിരിപ്പ് മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. മുടി മുറിക്കാനെന്നും പറഞ്ഞ് ഉമ്മ കൊടുത്തുവിട്ട 100 രൂപ മാത്രമായിരുന്നു ഷസ്സിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഒരു തുമ്പും കണ്ടെത്തിയില്ല. എന്നാൽ ബന്ധുക്കൾ അന്വേഷണം നടത്തി വരുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുട്ടി ബാംഗ്ലൂരിലുണ്ടെന്ന വിവരം ലഭിച്ചത്. തുടർന്ന് ഉപ്പയും അടുത്ത ബന്ധുക്കളും ബാംഗ്ലൂരിലെത്തി കുട്ടിയെ നേരിൽ കണ്ട് ഉറപ്പുവരുത്തുകയായിരുന്നു. കുറ്റിക്കകം മുനമ്പ് ആനാക്കുഴിയിൽ പറമ്പിൽ സുമോദിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പ്രതി അസീബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 ദിവസം മുമ്പാണ് സുമോദിനെ തെങ്ങിൻതോപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
എടക്കാട് ഏഴര കുറ്റിക്കകം മുനമ്പ് പാറാപ്പള്ളിക്ക് സമീപം ആനക്കുഴിയിലെ തെങ്ങിൻ തോട്ടത്തിലെ ചതുപ്പിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. കുറ്റിക്കകം മുനമ്പ് സ്വദേശി പറമ്പിൽ സുമോദിനെയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കുറ്റിക്കകം സ്വദേശി അസീബിനെയാണ് പോലീസ് ബുധനാഴ്ച രാവിലെ 9 മണിയോടെ അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച കസ്റ്റഡിയിലെടുത്ത അസീബിനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ACP TK രത്നകുമാറിന്റെ നേതൃത്വത്തിൽ എടക്കാട് CI സുരേന്ദ്രൻ കല്യാണനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പണമിടപാട് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് തെങ്ങിൻതോപ്പിൽ മൃതദേഹം കണ്ടെത്തിയത്. സുമോദിന്റെ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. തലക്ക് ആഴത്തിലുള്ള ക്ഷതമേറ്റാണ് സുമോദ് മരിക്കാൻ ഇടയായതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള പരാമർശം. ഇതാണ് സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായത്. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് അസീബിനെ പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സുഹൃത്തായ സുമോദുമായി പണമിടപാട് തർക്കമുണ്ടായിരുന്നത് വ്യക്തമായതായി പോലീസ് പറഞ്ഞു. കൊല നടത്താനായി ആസൂത്രണം ചെയ്ത പ്രതി സുമോദിനെ പാറാപ്പള്ളിയിലെ ആനക്കുഴിക്ക് സമീപമുള്ള തെങ്ങിൻ തോട്ടത്തിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. മാരകായുധം കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി മരണം ഉറപ്പുവരുത്തി മൃതദേഹം തെങ്ങിൻ തോപ്പിൽ തള്ളുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് അവിടെ എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. മണിപ്പൂർ അക്രമം അവസാനിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ അരക്ഷിതാവസ്ഥ മാറ്റി സമാധാന ജീവിതം ഉറപ്പുവരുത്തുന്നതിനും സുപ്രീംകോടതി നൽകിയ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണമെന്നും മണിപ്പൂർ സമാധാനം ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ട മുഖ്യമന്ത്രിയെ പിരിച്ചുവിടണമെന്നും അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായ പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ നേതൃത്വത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജധർമ്മം പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനമൊഴിയണമെന്ന് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പറഞ്ഞു. കലാപം നടത്തിയും അതിനൊക്കെ അപ്പുറം സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയും സ്ത്രീകളെ പീഡിപ്പിച്ചും ബലാത്സംഗം ചെയ്തും ഒക്കെ മനുഷ്യ മനസ്സിനെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ക്രൂരതകൾ അരങ്ങേറുകയാണ്. ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നടക്കുമ്പോൾ അത് അമർച്ച ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ഭരണകൂടം നിസ്സംഗത പാലിക്കുന്നു. ആ നിസ്സംഗത പാലിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്ന നിലപാടാണ് എന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ഈ 2.5 മാസത്തിലധികമായി ഈ കത്തുമ്പോൾ അത് അമർച്ച ചെയ്യാൻ ബാധ്യതയുള്ള കേന്ദ്ര ഗവൺമെന്റ് അത് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് വരെ മണിപ്പൂർ സംഭവത്തിൽ ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് നമ്മൾ വളരെ വിഷമത്തോടെ ആലോചിക്കുകയാണ്. പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസ് ചെയർമാൻ ഡോക്ടർ സ്കറിയ കല്ലൂർ അധ്യക്ഷത വഹിച്ചു. മഹാത്മാ മന്ദിരം പ്രസിഡന്റ് EVG നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. 10,000 കത്തുകൾ പ്രധാനമന്ത്രിക്ക് അയക്കുന്ന പ്രോഗ്രാം NYP നാഷണൽ സെക്രട്ടറി കാരയിൽ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ശിവജി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദ, ഇമാം മുത്തലിബ് അസ്ലമി, അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, സണ്ണി ആശാരിപ്പറമ്പിൽ, ഷൈദ പ്രവീൺ, P. സതീഷ് കുമാർ, മാത്യു M. കണ്ടത്തിൽ, രാജൻ തിയറീത്ത്, ജെയിംസ് പന്യമാക്കൽ, സ്റ്റീഫൻ TT, പവിത്രൻ കോതേരി, ജെയിംസ് TS, K. ചന്ദ്രബാബു, C. സുനിൽ കുമാർ, ഷാജു ജോൺ, നന്ദുജി നമ്പ്യാർ, MK ദിവാകരൻ, മനോജ് കൊട്ടാളി, ജയ്ഹിന്ദ് ക്ലബ്ബ്, ഷമീൽ ഇഞ്ചിക്കൽ, ഇസബൽ, സൗമി തുടങ്ങി നിരവധി സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. കണ്ണൂർ ഗവൺമെന്റ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി സ്മരണിക ഓർമ്മത്തുള്ളി പ്രകാശനം ചെയ്തു. നൂറ്റാണ്ട് ആഘോഷത്തിന്റെ ഒരു സമ്മാനച്ചെപ്പ് സ്മരണികയുടെ പ്രകാശനം കഥാകൃത്ത് T. പത്മനാഭൻ നിർവഹിച്ചു. കാലത്തൊന്നും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘമോ സ്മരണികയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പതുക്കെ പതുക്കെ അതിൻ്റെയൊക്കെ ആവശ്യതയെക്കുറിച്ച് നമുക്ക് ബോധം വരികയും ഇപ്പോൾ അത് ഏതാണ്ട് സാധാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചാൽ വളരെ ആവശ്യമാണ്. മനുഷ്യൻ ജീവിക്കുന്നത് ഓർമ്മകളിലാണ്. ആ ഓർമ്മകളെ എന്നും പച്ചയായി വെക്കുവാനും സുദൃഢമായി വെക്കുവാനും ഇത്തരം
സ്മരണികാ ഗ്രന്ഥങ്ങൾ ഏറെ ഉപകരിക്കും. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഓർമ്മത്തുള്ളി പ്രകാശനം കഥാകൃത്ത് പത്മനാഭൻ നിർവഹിച്ചു. വി പി ഹബീബ് ഏറ്റുവാങ്ങി. പ്രമുഖ എഴുത്തുകാരൻ താഹ മാടായി സുവനീർ പരിചയപ്പെടുത്തി. PTA പ്രസിഡന്റ് ഷമീമ ടീച്ചർ, വാർഡ് കൌൺസിലർ അഷ്റഫ് ചിറ്റുള്ളി, ഓർമ്മത്തുള്ളി ചീഫ് എഡിറ്റർ ഡോക്ടർ ഖലീൽ ചൊവ്വ, മുൻ അധ്യാപകൻ അബ്ദുറഹ്മാൻ മുൻഷി, പ്രിൻസിപ്പൽ ഇബ്രാഹിം മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ ജയദേവൻ, മുൻ പ്രിൻസിപ്പൽ സുനിത ടീച്ചർ, സുവനീർ സ്പോൺസർ സ്നേഹസല്ലാപം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ഷബീർ MC, അനീസ് മാസ്റ്റർ, ഷിഹാബുദ്ദീൻ മാസ്റ്റർ, ഓർമ്മത്തുള്ളി എഡിറ്റർ ടി സാലിം തുടങ്ങിയവർ പങ്കെടുത്തു. 1922 ആരംഭിച്ച കണ്ണൂർ ഗവൺമെന്റ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ്. 1922 അന്ന് ഹൈസ്കൂളായിരുന്നില്ല, ഒരു എലിമെന്ററി സ്കൂളായിട്ട് തുടങ്ങി. പിന്നീട് 64 ഹൈസ്കൂളാകുകയും അടുത്ത കാലത്തായി ഹയർ സെക്കൻഡറി കോഴ്സ് ഇവിടെ ഗവൺമെന്റ് അനുവദിക്കുകയും ചെയ്തു. ഈ 100 വർഷം ഈ സ്കൂളിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചുപോയി വിവിധ മേഖലകളിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ ആത്മാർത്ഥതയുള്ള അധ്യാപകർ. ഇവിടുത്തെ കുട്ടികൾ ഒരു കാലത്ത് പഠനത്തിൽ ശ്രദ്ധ പതിപ്പിക്കാതിരുന്നപ്പോൾ ഇവിടുത്തെ അധ്യാപകരും അതുപോലെ PTA ചേർന്ന് അവരെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും വൈകുന്നേരങ്ങളിലും രാത്രിയിലൊക്കെ ക്ലാസ് വെച്ച് അവർക്ക് വേണ്ടുന്ന ചായയും മറ്റും വിതരണം ചെയ്ത് അവരെ ആകർഷിച്ചുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുകയും അങ്ങനെ ഇപ്പോൾ 100% വിജയം നേടുന്ന സ്കൂളുകളിൽ ഒന്നായി സിറ്റി ഹൈസ്കൂൾ മാറുകയും ചെയ്തു. ട്രഷറി വകുപ്പിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ട്രഷറിയിൽ നടന്നു. ആഘോഷത്തോടനുബന്ധിച്ച് ജീവനക്കാർക്കും ഇടപാടുകാർക്കുമായി തുടങ്ങുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EK പത്മനാഭൻ നിർവഹിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ജീവനക്കാർക്കും ഇടപാടുകാർക്കുമായി തുടങ്ങുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EK പത്മനാഭൻ നിർവഹിച്ചു. അതിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ദൈനംദിന സാമ്പത്തിക ഇടപാടിലൂടെ നിയന്ത്രിച്ച് ഫലപ്രാപ്തിയിലെത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് നമ്മൾ നിർവഹിക്കുന്നത്, ട്രഷറി വകുപ്പ് നിർവഹിക്കുന്നത്. അതിലിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ വിശ്വാസ്യതയാണ്. ഒരുപക്ഷെ കേരളത്തിലുള്ള ആളുകൾ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി കാണുന്നത് ട്രഷറി നിക്ഷേപമാണ്. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് ട്രഷറിയിലാണ്. SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളെല്ലാം സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിനെ കാണുന്നത്. പൊതുവിൽ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമാന്യമായി പറയുക കണക്ക് ഏറ്റവും വിരസമായ ഒരു സബ്ജക്റ്റാണ്. പക്ഷേ സ്ഫടികം സിനിമയിൽ തിലകം പറഞ്ഞതുപോലെ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് എന്നത് ഒരുപക്ഷെ ഒരു വെറും വാക്കല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജില്ലാ ട്രഷറി ഓഫീസർ KP ഹൈമ അധ്യക്ഷത വഹിച്ചു. ട്രഷറി വകുപ്പിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വജ്ര ജൂബിലി ആഘോഷത്തിന്റെ വിളംബര ഘോഷയാത്ര കലക്ട്രേറ്റ് പരിസരത്ത് നിന്നും തുടങ്ങി സബ് ട്രഷറി പരിസരത്ത് സമാപിച്ചു. മാങ്ങാട്ടുപറമ്പ് EK നായനാർ സ്മാരക ഗവൺമെന്റ് അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് മദർ ബേബി ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവ് ഹോസ്പിറ്റൽ അംഗീകാരം. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായുള്ള അവാർഡാണ് ഹോസ്പിറ്റലിന് ലഭിച്ചത്. ദേശീയ ആരോഗ്യ ദൌത്യം നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് 95.66% മാർക്കോടെയാണ് അംഗീകാരം നേടിയത്. ഓഗസ്റ്റ് 2 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. കുട്ടികൾക്ക് മുലപ്പാൽ നൽകുന്നതിലൂടെ ഉണ്ടാകുന്ന ശാരീരികവും വൈകാരികവുമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗർഭകാലം മുതൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും അമ്മയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് പദ്ധതി. പൊതു സ്വകാര്യ ആശുപത്രികളിൽ പ്രസവശേഷം മുലപ്പാൽ ഉറപ്പാക്കുന്നതിനും അതിലൂടെ
ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. ഇതിനായി യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫ്രണ്ടിന്റെയും ലോകാരോഗ്യ സംഘടനയുടെയും ആഗോള ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റലുകൾ ഇനീഷ്യേറ്റീവിൽ നിന്ന് സ്വീകരിച്ച 10 മാർഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഇവ നടപ്പിലാക്കിയാണ് ആരോഗ്യവകുപ്പ് അംഗീകാരം നൽകുക. ആ നേട്ടമാണിപ്പോൾ മാങ്ങാട്ടുപറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രി കരസ്ഥമാക്കിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൃത്രിമ പാൽ നൽകുന്നതിനെയോ അതിനായി പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളെയോ ആശുപത്രി പ്രോത്സാഹിപ്പിക്കുന്നില്ല. പരമാവധി മുലപ്പാൽ തന്നെ ഉറപ്പുവരുത്താനാണ് പദ്ധതിയുടെ ലക്ഷ്യം. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ നഗരം മാരക ലഹരി മരുന്നിന്റെ പിടിയിൽ. ലഹരി കടത്തുന്നതിലേറെയും യുവാക്കൾ. തെക്കി ബസാറിൽ ഇന്ന് കണ്ടെത്തിയത് മെത്താഫിനേറ്റും കഞ്ചാവും. മണിപ്പൂർ വിഷയം സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ടി.ഒ. മോഹനൻ. പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ നേതൃത്വത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഏകദിന ഉപവാസ സമരം. ഏഴരമുനമ്പിലെ പറമ്പിൽ സുമോദിന്റെ മരണം കൊലപാതകം. പ്രതി അസീബ് പോലീസ് കസ്റ്റഡിയിൽ. കൊലയ്ക്ക് കാരണം പണമിടപാടിനെ ചൊല്ലിയുള്ള തർക്കം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wynard Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ,
കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ ചുവടുവയ്പ്പാണ് കണ്ണൂരിന്റേതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. പടന്നപ്പാലത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, ഡെപ്യൂട്ടി മേയർ ഷബീന, MV ജയരാജൻ എന്നിവർക്കൊപ്പമാണ് പടന്നപ്പാലത്തെ കണ്ണൂർ കോർപ്പറേഷൻ മലിനജല ശുദ്ധീകരണ പ്ലാന്റും പുതിയ ഓഫീസ് നിർമ്മാണവും മന്ത്രി സന്ദർശിച്ചത്. 1 ദശലക്ഷം ടൺ മലിനജലം പ്രതിദിനം സംസ്കരിക്കാവുന്ന ശുദ്ധീകരണ പ്ലാന്റാണ് പടന്നപ്പാലത്തേത്. ഏറെക്കുറെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ ചുവടുവയ്പ്പാണ് ഇതെന്നും സന്ദർശന ശേഷം മന്ത്രി പറഞ്ഞു. ഏറെക്കുറെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. അവസാനത്തെ ചില ജോലികൾ മാത്രമാണ് ബാക്കിയുള്ളത്. 1 മാസത്തിനകം നമുക്കിത് ഉദ്ഘാടനം ചെയ്യാനാവും. 1 മാസം സമയമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സെപ്റ്റംബർ ആദ്യവാരത്തിൽ ഉദ്ഘാടനം നടക്കും. 1 ദശലക്ഷം ലിറ്റർ മലിനജലം പ്രതിദിനം സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ്. ഇത് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു വലിയ ചുവടുവയ്പ്പായിട്ട് മാറും. മാത്രമല്ല, ഇതിനെക്കുറിച്ചുള്ള ആളുകളുടെ തെറ്റിദ്ധാരണകൾ, ആശങ്കകൾ എല്ലാം മാറ്റാനും ഇതുപോലുള്ള പദ്ധതികൾ സഹായിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ചേലോറയിലെ ട്രഞ്ചിങ് ഗ്രൗണ്ടും മന്ത്രി മേയർക്കൊപ്പം സന്ദർശിച്ചു. നവോദയ മംഗലശ്ശേരിയുടെ നേതൃത്വത്തിൽ DTPCയുടെ സഹകരണത്തോടെ കുപ്പം മംഗലശ്ശേരി പുഴയിൽ സംഘടിപ്പിക്കുന്ന 6ാമത് മലബാർ ജലോത്സവം ഒക്ടോബർ 29 നടക്കുമെന്ന് M. വിജിൽ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജലോത്സവത്തിന്റെ ഭാഗമായി അനുബന്ധ കലാപരിപാടികളും അരങ്ങേറും. ഉത്തരമേഖലാ വള്ളംകളി മത്സരം, ഫ്ലൈബോർഡ് പ്രകടനം, വനിതാ വള്ളംകളി മത്സരം, ജലസാഹസിക പ്രകടനം, കയാക്കിംഗ് തുടങ്ങിയ വ്യത്യസ്ത ജലവിസ്മയ കാഴ്ചകൾ കുപ്പം മംഗലശ്ശേരി പുഴയിൽ അരങ്ങേറും. ജലോത്സവത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കും. മലബാർ ജലോത്സവം 2023 2012 നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും DTPCയും സംയുക്തമായി മലബാർ ജലോത്സവത്തിന് തുടക്കം കുറിച്ചു. 2019 വരെ തുടർച്ചയായി 5 തവണ മലബാർ ജലോത്സവം കല്യാശ്ശേരി മണ്ഡലത്തിലെ പട്ടുവം പഞ്ചായത്തിലെ അതിമനോഹരമായ മംഗലശ്ശേരിയിൽ കുപ്പം മംഗലശ്ശേരി പുഴയിൽ വെച്ച് നടത്തുകയുണ്ടായി. 2019 ശേഷം നമുക്കറിയാം കോവിഡിൻ്റെ സാഹചര്യം വന്നു. പിന്നീട് നമുക്ക് സജീവമായ നിലയിൽ വള്ളംകളി സംഘടിപ്പിക്കാൻ പറ്റാത്ത ഒരു ഘട്ടമുണ്ടായി. എന്നാൽ ഈ വർഷം 6ാമത് മലബാർ ജലോത്സവം ഒക്ടോബർ മാസം 29-ാം തീയതി മംഗലശ്ശേരിയിൽ വിപുലമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തത്. ജില്ലയുടെ വിജയത്തിനായി മംഗലശ്ശേരിയിൽ സംഘാടക സമിതി ഓഫീസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA M. വിജിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി MB രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത്. കോവിഡ് കാലത്ത് നിലച്ചുപോയ വള്ളംകളി ഈ വർഷം വീണ്ടും പുനരാരംഭിക്കുകയാണ്. 25-15 തുഴക്കാർ പങ്കെടുക്കുന്ന 2 വിഭാഗങ്ങളിലായി 15ഓളം ടീമുകൾ വള്ളംകളിയിൽ മാറ്റുരയ്ക്കും. വാർത്താസമ്മേളനത്തിൽ DTPC സെക്രട്ടറി ജിജേഷ് കുമാർ JK, ആനക്കീൽ ചന്ദ്രൻ, D. ഹരിദാസൻ, EP അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ അകറ്റാനായി ആടിയും വേടനുമെത്തി. വർഷാവർഷം നടുവിൽ പ്രദേശത്ത് കർക്കിടകം 16 നടത്തിവരുന്ന ചടങ്ങാണ് ഇത്തവണയും പൂർവാധികം ഭംഗിയായി നടന്നത്. അർജുനന് പാശുപതാസ്ത്രം നൽകുന്നതിനായി പരമശിവൻ വേടരൂപം പൂണ്ട കഥയുമായി ബന്ധപ്പെട്ട ചടങ്ങാണിത്. നടുവിൽ പ്രദേശത്ത് ഒറ്റ ദിവസം കൊണ്ടാണ് വേടൻ പാടി വരുന്നത്. പണ്ട് കാലത്ത് 2 വേടന്മാരാണ് കെട്ടിയാടാറുള്ളത്. ഇന്ന് 6 വേടന്മാർ ഉണ്ടായിട്ടും മുഴുവൻ പ്രദേശത്തും എത്തിച്ചേരാൻ കഴിയുന്നില്ല. അത്രയേറെ വീടുകൾ ഇന്ന് നടുവിൽ പ്രദേശത്ത് ഉണ്ട്. കുപ്പം ബൈജുവിന്റെയും നടുവിലെ ഉണ്ണിപ്പണിക്കരുടെയും മകളായ സൗമ്യയുടെയും മക്കളായ അക്കിപ്പറമ്പ് UP സ്കൂളിൽ 4ലും LKGയിലും പഠിക്കുന്ന മഹാദേവനും ഗൗരിക് ദേവനും, നടുവിൽ രഞ്ജിത്ത് പണിക്കരുടെ മകനായ നടുവിൽ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദീക്ഷിതുമാണ് വേടൻ കെട്ടിയാടിയത്.
രാത്രി 8 മണിയോടെ ചടങ്ങുകൾ അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കണ്ണൂർ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. എം നാരായണൻ, കെ വി ശ്രീധരൻ, കെ പി രാജൻ എന്നിവർ സംസാരിച്ചു. ഒ രാജൻ സ്വാഗതവും ശിവപ്രസാദ് നന്ദിയും അറിയിച്ചു. നമുക്ക് കിട്ടായ നമ്മളെ വർഷങ്ങളായി, എന്നിട്ടും അത് കിട്ടിയില്ല. ഇന്നും ഇതുവരെ ആ ഭാഗം ചിന്തിച്ചിട്ടേ ഇല്ല. അതിന് അന്ന് സമരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിലും അവരൊക്കെ മാറി മാറി ഭരണത്തിൽ വന്നു, എന്നിട്ടും അത് ഇന്ന് വരെ കിട്ടിയില്ല. കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തന ഉദ്ഘാടനം എളയാവൂർ UP സ്കൂളിൽ നടന്നു. മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കലാമണ്ഡലം മഹേന്ദ്രന്റെ കഥകളിയും അരങ്ങേറി. അവരുടെ വളരുന്ന പ്രായത്തിൽ അവരുടെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മളിപ്പോഴും വളരെ സന്തോഷിക്കണം. കാരണം 2 വർഷം മുൻപ് ഏകദേശം 2-3 വർഷക്കാലം നമ്മൾ ഇതിനൊക്കെ അവധി കൊടുത്തതാണ്. കോവിഡ് ആയിരുന്നു പ്രശ്നം. കുട്ടികളുടെ മാനസികമായ ഉല്ലാസത്തിന്, അതോടുകൂടി തന്നെയുള്ള ശാരീരികമായ വളർച്ചയ്ക്ക്, ബുദ്ധിവികാസത്തിന് ഒക്കെ ഏറെ ഗുണകരമാകുന്ന ഇത്തരം പരിപാടികൾക്കൊക്കെ അവധി കൊടുത്തുകൊണ്ട് കേവലം ഓൺലൈനായിട്ടുള്ള പഠനം മാത്രമാണ് അന്നേരം സാധ്യമായത്. ഏതായാലും ഇത്തരം ഏകദേശം 100ഓളം കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് കലയിലും സാഹിത്യത്തിലുമുള്ള അഭിരുചി വളർത്തുന്നതിന് വേണ്ടി ഉതകുന്ന വിധത്തിൽ ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്തത് ഏറെ ഗുണകരമായി എന്ന് തന്നെ പറഞ്ഞു. കുട്ടികളുടെ സർഗപരമായ എല്ലാ കഴിവുകളും വികസിപ്പിക്കുന്നതിനാകണം സമഗ്ര വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ കണ്ണൂർ നോർത്ത് ഉപജില്ലാ പ്രവർത്തന ഉദ്ഘാടനമാണ് എളയാവൂർ UP സ്കൂളിൽ നടന്നത്. കണ്ണൂർ കോർപ്പറേഷൻ ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രസന്നകുമാരി പദ്ധതി വിശദീകരണം നടത്തി. KC സുധീർ, O ബിജു, UK ബാലചന്ദ്രൻ, K സുരേഷ്, മധുസൂദനൻ, സീമ അനിൽ, K വിജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കലാമണ്ഡലം മഹേന്ദ്രൻ അവതരിപ്പിച്ച കഥകളിയും പ്രശാന്ത് ചെണ്ടയാടിന്റെ കലാവിരുന്നും അരങ്ങേറി. ഇന്ത്യയെ മതരാഷ്ട്രമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15-ന് സംഘടിപ്പിക്കുന്ന സെക്യുലർ സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥമുള്ള കാൽനട ജാഥ പര്യടനം കണ്ണൂരിലെത്തി. ജാഥ ക്യാപ്റ്റൻ KG ദിലീപ്, വൈസ് ക്യാപ്റ്റൻ ദീഷണ പ്രസാദ്, മുഹമ്മദ് സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂരിലെ മലയോരത്ത് ഭീതി പടർത്തുന്ന അജ്ഞാതനെ കണ്ടെത്താനാവാതെ പോലീസും നാട്ടുകാരും. CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞുവെങ്കിലും ഇതുവരെ അതിൽ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി മലയോരത്ത് അജ്ഞാതൻ ഭീതി പരത്തി രാത്രി സഞ്ചാരം നിർബാധം തുടരുകയാണ്. നാട്ടുകാർ മാത്രമല്ല, ഈ അജ്ഞാതനും സ്വയം വിശേഷിപ്പിക്കുന്നത് ബ്ലാക്ക് മാൻ എന്ന് തന്നെ. ചെറുപുഴയിലെ വീടുകളുടെ ചുമരുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ഇംഗ്ലീഷിലും മലയാളത്തിലും ബ്ലാക്ക് മാൻ എന്ന് എഴുതുകയും ചെയ്ത് കടന്നുകളയുകയാണ് ഇയാളുടെ രീതി. ഇതിനിടെ അജ്ഞാതന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. എന്നാൽ ദൃശ്യങ്ങൾ വ്യക്തമല്ല. ഓരോ സ്ഥലത്തും പരിശോധന വർദ്ധിക്കുമ്പോൾ അജ്ഞാതൻ അടുത്ത സ്ഥലത്തേക്ക് മാറും. തേർത്തല്ലി, കോടോപ്പള്ളി മേഖലയിലാണ് ആദ്യം അജ്ഞാതന്റെ സാന്നിധ്യം കണ്ടെത്തിയതെങ്കിലും പിന്നീട് ചെറുപുഴയിലായി ഇയാളുടെ സഞ്ചാരം. സംശയം തോന്നിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു.
അജ്ഞാതൻ രാത്രിയിൽ പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെടും. വീടുകളുടെ ചുവരുകളിൽ എഴുതും. വാതിലുകളും ജനലുകളിലും മുട്ടി കടന്നുപോവുകയും ചെയ്യും. നാട്ടുകാരും പോലീസും തുടർച്ചയായി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പോലീസ് പല വഴികൾ നോക്കിയെങ്കിലും ബ്ലാക്ക്മാൻ കഥയിലെ വില്ലനെ തിരിച്ചറിയാനായിട്ടില്ല. മോഷണ പരാതി ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ആസൂത്രിതമായി ഭീതി പരത്തുകയാണ് അജ്ഞാതന്റെ ലക്ഷ്യമെന്ന് ഇതിലൂടെ വ്യക്തം. ബ്ലാക്ക്മാനെ പൂട്ടാൻ നാട്ടുകാരും പോലീസും ചേർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ബ്ലാക്ക്മാൻ സഞ്ചാരം ചുരുളഴിയാത്ത രഹസ്യമായി തുടരുകയാണ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 15 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5540, പവന് 44,320 രൂപ. വെള്ളി 81 രൂപ. ഒഴിവുണ്ട്. അപേക്ഷകർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി 4/8/2023 രാവിലെ 10:30 പഠന വകുപ്പിൽ എത്തണം. ഫോൺ നമ്പർ 9895232434. സീറ്റ് ഒഴിവ്. കണ്ണൂർ സർവകലാശാല കായിക പഠന വിഭാഗത്തിൽ 2023-24 അധ്യയന വർഷത്തെ MPES പ്രോഗ്രാമിലേക്ക് SC, ST, OBC, OEC വിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 3/8/2023 വൈകിട്ട് 5 മണിക്ക് മുമ്പായി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ പഠന വകുപ്പിൽ എത്തണം. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് പഠന വകുപ്പിൽ നടത്തുന്ന MSc ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാമിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിദ്യാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് പഠന വകുപ്പിൽ 4/8/2023 വെള്ളി രാവിലെ 11 മണിക്ക് എത്തണം. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ MSc മാത്തമാറ്റിക്കൽ സയൻസ് പ്രോഗ്രാമിൽ SC, ST വിഭാഗങ്ങളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 4/8/2023 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് പഠന വകുപ്പിൽ എത്തണം. സ്പോട്ട് അഡ്മിഷൻ. പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിലെ MSc നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ലാംഗ്വേജ് പേപ്പർ ഒഴികെ 55% മാർക്കോടെ BSc ഫിസിക്സ് കെമിസ്ട്രി ബിരുദമാണ് യോഗ്യത. അപേക്ഷകർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി 3/8/2023 രാവിലെ 10:30 പഠന വകുപ്പിൽ എത്തണം. ഫോൺ നമ്പർ 9447956884. സീറ്റ് ഒഴിവ്. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠന വകുപ്പിലേക്ക് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിന് പട്ടികജാതി, പട്ടികവർഗം, മുസ്ലിം എന്നീ വിഭാഗങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പഠന വകുപ്പുമായി ബന്ധപ്പെടണം. പ്രൊജക്ട് എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ. കണ്ണൂർ സർവകലാശാല ഇൻഫർമേഷൻ ടെക്നോളജി പഠന വകുപ്പ് SCRT കേരളയുടെ സഹായത്തോടുകൂടി നടത്തിവരുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രൊജക്ടിലേക്ക് പ്രൊജക്ട് എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ പോസ്റ്റിലേക്ക് 1 വർഷ കാലയളവിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. MCA, MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് വിഷയങ്ങളിൽ DE അല്ലെങ്കിൽ BTech ആണ് യോഗ്യത. മൊബൈൽ ആപ്ലിക്കേഷൻ, പ്രവൃത്തി പരിചയം അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി പഠന വകുപ്പിലെ വകുപ്പ് മേധാവിക്ക് മുമ്പിൽ ഇന്റർവ്യൂവിന് എത്തണം. MPES പ്രവേശന പരീക്ഷ. 2023-24 അധ്യയന വർഷത്തിൽ കണ്ണൂർ സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠന വകുപ്പിൽ ആരംഭിച്ച പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് MPES പ്രോഗ്രാമിന്റെ പ്രവേശന പരീക്ഷയും കായികക്ഷമതാ ടെസ്റ്റും ഓഗസ്റ്റ് 4 മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസിൽ വെച്ച് നടത്തുന്നതാണ്. പ്രവേശന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഓഗസ്റ്റ് 4 രാവിലെ 10 മണിക്ക് മുമ്പായി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ പഠന വകുപ്പിൽ എത്തേണ്ടതാണ്. BTech മെഴ്സ് ചാൻസ് പരീക്ഷാ രജിസ്ട്രേഷൻ. 1 മുതൽ 8 വരെ സെമസ്റ്റർ BTech സപ്ലിമെന്ററി മെഴ്സ് ചാൻസ് 2007 മുതൽ 2014 അഡ്മിഷൻ വരെ പാർട്ട് ടൈം ഉൾപ്പെടെ നവംബർ 22 ഏപ്രിൽ 23 പരീക്ഷകൾക്ക് പിഴയില്ലാതെ 17/8/2023 മുതൽ 23/8/2023 വരെയും പിഴയോടുകൂടി 25/8/2023 വരെയും അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷാ വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. സർവകലാശാല നടത്തുന്ന അവസാനവട്ട BTech പരീക്ഷയ്ക്ക് നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ നഗരം മാരക ലഹരി മരുന്നിന്റെ പിടിയിൽ. ലഹരി കടത്തുന്നതിലേറെയും യുവാക്കൾ. തെക്കി ബസാറിൽ ഇന്ന് കണ്ടെത്തിയത് മെത്താഫിനേറ്റും കഞ്ചാവും.
മണിപ്പൂർ വിഷയം സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ടി.ഒ. മോഹനൻ. പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ നേതൃത്വത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഏകദിന ഉപവാസ സമരം. 7 മുനമ്പിലെ പറമ്പിൽ സുമോദിന്റെ മരണം കൊലപാതകം. പ്രതി അസീബ് പോലീസ് കസ്റ്റഡിയിൽ. കൊലയ്ക്ക് കാരണം പണമിടപാടിനെ ചൊല്ലിയുള്ള തർക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.